ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ കുറിച്ചാണ്. ലൈഫിൽ പല ഡിസിഷനും എടുക്കേണ്ട സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരും അതിനെക്കുറിച്ച്. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫാണ് മുന്നോട്ട് പോകേണ്ടത്, നമ്മളാണ് ജീവിക്കേണ്ടത് എന്ന ചിന്തയിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഡിസിഷൻ എന്താണോ അത് തന്നെ എടുക്കണം. അതിനൊരു പ്രത്യേക ജസ്റ്റിഫിക്കേഷനോ എന്ത് കാരണം കൊണ്ടാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാവില്ല, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാകും. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അത്തരം ഗട്ട് ഫീലിങ്സ് വരുമ്പോൾ ഇതെൻ്റെ തെറ്റാണ് എന്ന് വിചാരിച്ച് ആ ഡിസിഷൻ എടുക്കാതിരിക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കാണ് അറിയുള്ളൂ. ചുറ്റുള്ളവർ എത്ര നമ്മളെ സപ്പോർട്ട് ചെയ്താലും എത്ര കാലം നമ്മളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഡിസിഷനിൽ അല്ലെങ്കിൽ നമുക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേണ്ടത് എന്തെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡിസിഷനാണ് എൻ്റെതെന്ന് ചിന്തിച്ച് ഒരിക്കലും ലൈഫിലെ വലിയ ഡിസിഷൻസ് എടുക്കരുത്. അതൊരു കരിയർ ആണെങ്കിലും ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് തന്നെയാണെങ്കിലും നമ്മളാണ് ജീവിക്കേണ്ടത്. എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് എന്നാണ് എനിക്കറിയുള്ളൂ. അത് വേറെ എത്ര പേര് പറഞ്ഞാലും അതിന് പ്രാധാന്യം ഉണ്ടാകുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തൊരു വലിയൊരു തെറ്റെന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചുറ്റുള്ളവർ എൻ്റെ കൂടെ എന്നും ഉണ്ടാവും. ഞാൻ എടുക്കുന്ന ഡിസിഷനിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കുറേ നാളുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുതിർന്നവരും മാതാപിതാക്കളും നമ്മുടെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ ശരിയും തെറ്റും എന്നതിനപ്പുറമായിട്ട് ഡിസിഷൻ എടുക്കേണ്ട സമയങ്ങൾ വരും. അത് നമ്മുടെ ശരി നമ്മുടെ തെറ്റുമാണ് അവിടെ. ചുറ്റുള്ളവരുടെ ശരി എന്നിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആ പാഠം ഞാൻ പഠിച്ചത് പിന്നീടാണ്. എൻ്റെ ഉള്ളിൽ വന്ന ഗട്ട് ഫീലിങ്സ് കറക്റ്റായിരുന്നു എന്ന് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞാണ്. അപ്പോഴത്തേക്കും കുറച്ചധികം വൈകിയിരുന്നു. എന്നാലും ഐ വാസ് നോട്ട് ലേറ്റ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഐ കുഡ് കം ബാക്ക്. അല്ലെങ്കിൽ അതൊരു വലിയൊരു ഡിസിഷൻ, റോങ് ആയിട്ട് ഡിസിഷനായി മാറിയാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആ ഡിസിഷൻ അന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വളരെ വലിയ പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടേനെ. പക്ഷെ ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ നോ അത് ഏറ്റവും വലിയ ഡിസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. സോ യു ഷുഡ് ലേൺ ടു സേ നോ. അതൊരു തെറ്റൊന്നുമല്ല. നിങ്ങൾ അഹങ്കാരി എന്നും അല്ലെങ്കിൽ തന്നിഷ്ടക്കാരി എന്നൊക്കെ ലോകം മുദ്രകുത്തുമായിരിക്കും. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ആ നോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന സമാധാനവും സന്തോഷവും ആ നോയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നെവർ റിഗ്രറ്റ് ടു സേ നോ. യു ഷുഡ് ലേൺ ടു സേ നോ. ആക്ച്വലി അത് പറയേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ സംസാരിക്കണം. ഓൾവേസ് ഹിയർ യുവർ ഗട്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നമ്മളോട് ആരോ പറയുന്നുണ്ടാവും. ചിലപ്പോൾ ദൈവമായിരിക്കാം, ചിലപ്പോൾ യൂണിവേഴ്സിലൊരു പവർ ആയിരിക്കാം. അത് ദൈവമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കണം. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.